ഹായ് ഹലോ. കാനഡയിലുണ്ടായ വിമാനാപകടത്തിനെക്കുറിച്ചുള്ള ന്യൂസൊക്കെ കുറച്ച് പേരെങ്കിലും കണ്ടു കാണും. ഞങ്ങൾ താമസിക്കുന്ന ടൊറൻറ്റോയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്. കാനഡയിലെ ഏറ്റവും വലിയ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ടൊറൻറ്റോ. മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് പറയുന്നത്. ഒരാഴ്ചയായിട്ട് ഇവിടെ തുടർച്ചയായിട്ടുള്ള മഞ്ഞ് പെയ്യുന്നുണ്ട്. കനത്ത മഞ്ഞും ശക്തമായിട്ടുള്ള കാറ്റും ഉണ്ട്. വിമാന അപകടം ഉണ്ടായത് ഇന്നലെ കനേഡിയൻ സമയം പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 2:30-നാണ്. ക്യാബിൻ ക്രൂസ് അടക്കം 80 പേരുണ്ടായിരുന്നു ആ ഫ്ലൈറ്റിൽ. അമേരിക്കയിൽ നിന്ന് ടൊറൻറ്റോയിലോട്ട് വരുന്ന ഫ്ലൈറ്റായിരുന്നു. ഡെൽറ്റ എയർലൈൻസ് ആയിരുന്നു. വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് തലകീഴായി മറിഞ്ഞാണ് അപകടമുണ്ടായത്. തീപിടുത്തമുണ്ടായിരുന്നു. ലാൻഡ് ചെയ്യുന്ന ആ സമയത്ത് കനത്ത മഞ്ഞും ശക്തമായിട്ടുള്ള കാറ്റൊക്കെ ഉണ്ടായിരുന്നു. വിമാനം തലകീഴായി കിടക്കുന്ന ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു അപകടത്തിൻ്റെ ആഴം. ഈ ഒരു അപകടത്തിൽ നിന്ന് എല്ലാവരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 18 പേർ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു അപകടത്തെ തുടർന്ന് ഒരുപാട് ഫ്ലൈറ്റ്സ് ക്യാൻസലാക്കിയിട്ടുണ്ട്. ഒരുപാട് ഫ്ലൈറ്റ്സ് ഡിലേ ആണ്. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് വിമാന അപകട വാർത്തകൾ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും കാനഡയിലുണ്ടായ ഈ ഒരു വിമാന അപകടം ആദ്യമായിട്ടാണ് ഒരു വിമാനം തലകീഴായി മറിഞ്ഞ് അപകടമുണ്ടാകുക എന്നൊരു വാർത്ത കേൾക്കുന്നത്. ഈ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് എല്ലാവരും തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നു. അത് തന്നെ ഒരു ആശ്വാസമാണ്. നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്നത്, ആ മഴ കണ്ട് ആസ്വദിച്ച് ചായ കുടിക്കുന്നത്, അതൊക്കെ നല്ല രസമുള്ള കാര്യമല്ലേ? അതുപോലെയാണ് മഞ്ഞ് പെയ്യുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഈ ഒരു മഞ്ഞ് ഒരാഴ്ചയായി തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയും ശക്തമായിട്ടുള്ള കാറ്റും ശക്തമായിട്ടുള്ള മഞ്ഞൊക്കെ പെയ്യുമ്പോഴാണ് അതൊരു ദുരന്തമായിട്ട് മാറുന്നത്. മഞ്ഞായാലും മഴയായാലും അതൊരളവിൽ കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ദുരന്തം തന്നെയാണ്. ഈ ഒരാഴ്ച കൊണ്ട് ഇവിടെ തുടർച്ചയായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. റോഡ് ഏതാ, നമ്മുടെ വഴി ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഗവൺമെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് റോഡുകളിലെ എല്ലാം സ്നോ റിമൂവ് ആക്കിയിട്ടുണ്ട്. നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ കാനഡയിൽ വന്നിട്ട് 5 വർഷമായി. 5 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് സ്നോ സ്റ്റോം സമയത്ത് ഇങ്ങനെ ഒരു വിമാനാപകടത്തിൻ്റെ വാർത്ത കേൾക്കുന്നത്. സാധാരണ ഇങ്ങനെ ഒരു സ്നോ സ്റ്റോം ഉള്ള സമയത്തൊക്കെ ഫ്ലൈറ്റ്സ് ക്യാൻസൽ ചെയ്യാറാണ് പതിവ്. ഈ ഒരു വാർത്ത കേട്ടിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, മുൻപ് ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ സ്നോ സ്റ്റോം സമയത്ത്? എന്തായാലും ആളുടെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം.